ആയിരിക്കും ചിലപ്പോൾ. ശബരിമല വിഷയം ഒരു ഘട്ടത്തിന് ശേഷം വീണ്ടും ക്ലച്ച് പിടിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും കാര്യങ്ങൾ കൊണ്ട് തിരിഞ്ഞു വന്നിരിക്കുന്നത് ഒന്നിച്ച് ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടാൽ എന്നൊക്കെ പറയുന്നൊരു പാട്ടുണ്ടല്ലോ. ഒന്നിച്ച് നിന്നവർ ഇപ്പം 2ആയി 3ആയി 4ആയി തമ്മിൽ പിരിഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തുക. ഇതാണ് ഈ പങ്കുവെപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു തിയറി. അതാണ്, കിട്ടുമ്പോൾ പങ്കുവയ്ക്കും, പക്ഷെ അത് കഴിയുമ്പോൾ തമ്മിൽ കൂടും, അടി കൂടും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നൊരു കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പരാതി കൊണ്ട് കൊടുത്തിട്ടുണ്ട് DGPക്ക്. എന്താ പരാതി? നല്ല രസകരമാണ് ആ പരാതി. തനിക്ക് ഗോവർദ്ധനെയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബെല്ലാരി ടീമിനെയും ഹൈദരാബാദ് ടീമിനെയും എല്ലാം ആ സ്പോൺസർമാരെ എല്ലാം പരിചയപ്പെടുത്തി തന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. പെട്ടില്ലേ? 8ൻ്റെ പണിയായില്ലേ? ഇതുവരെ അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലായിരുന്നു. പക്ഷേ SITക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തിരിക്കുന്ന മൊഴി ഇപ്പോൾ പുറത്തു വന്നു. ആ മൊഴി അനുസരിച്ച് കടകംപള്ളി സുരേന്ദ്രനാണ് പിന്നെ നമ്മുടെ ഗോവർദ്ധനെയും അതുപോലുള്ള സംഘത്തെയും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത്. എങ്ങനെയാണ് കേരളത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ, കഴക്കൂട്ട് MLA ആയിട്ടുള്ള സുരേന്ദ്രന്, ഇപ്പോഴും MLA ആണ്, ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ചെന്നൈയിലെയും സ്മാർട്ട് ക്രിയേഷനും ഗോവർദ്ധനും അതുപോലെ തന്നെ ബെല്ലാരിയും ഒക്കെ അടക്കമുള്ള അവിടുത്തെ ഈ സ്ഥലവും സംഘടനയും ആളുകളെയും ഒക്കെ വച്ചുകൊണ്ട് എങ്ങനെയാണ് സ്വർണ്ണ വ്യാപാരത്തിൽ അദ്ദേഹം ഇടപെട്ടത്? വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം കോടതിയുടെ രേഖകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ EDയുടെ ശ്രദ്ധയിലും വരണ്ടേ? EDയുടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ് ശബരിമല വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാർച്ച് മാസം ഈ മാസം തന്നെ അവസാന തീയതികളിൽ 27, 28, 30 തീയതിക്കകത്ത് അവിടെ കൃത്യമായി ശബരിമല റിപ്പോർട്ട് ദേവസ്വം ബോർഡ് ബെഞ്ച്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് കൊടുക്കും എന്നാണ് അറിയുന്നത്. പക്ഷെ ആ കൊടുക്കുമ്പോൾ ആരൊക്കെ പ്രതിയാകും, ആരൊക്കെ പുറത്തിറങ്ങും? ഇപ്പോൾ തന്നെ ഒരുവിധപ്പെട്ട ചേട്ടന്മാരെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആറന്മുള നമ്മുടെ പത്മകുമാർ അടക്കമുള്ള ആളുകളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും വളരെ കുറച്ച് ആളുകൾ, വാസുവിനെ പോലുള്ള 2-3 പേരെ അകത്തുള്ളൂ. ബാക്കി എല്ലാ ആളുകളും ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ശബരിമല വിഷയം ഡൈലൂട്ടായി പോകുമോ, അല്ലെങ്കിൽ അത് അലിഞ്ഞില്ലാതാകുമോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് കാര്യങ്ങൾ കൊണ്ട് ട്വിസ്റ്റ് ചെയ്യുന്നത്. ഈ കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിഞ്ഞുകൂടാ എന്നും പോറ്റി കള്ളനാണ്, കൊള്ളക്കാരനെന്ന് പറഞ്ഞ് ചില ആരോപണങ്ങളും കേസും വഴക്കുമായിട്ടൊക്കെ സുരേന്ദ്രൻ വന്നിരുന്നു, കടകംപള്ളി വന്നിരുന്നു. അതിനെ കൗണ്ടർ ചെയ്യുന്ന നിലയിൽ വളരെ കൃത്യമായിട്ടാണ് ശബരിമല വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് SITക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ SIT എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇനി ഊരുക എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പിനോട് അടുത്ത് വരുമ്പോൾ കടകംപള്ളി സുരേന്ദ്രന് വീണ്ടും കുരുക്ക് മുറുകുമോ എന്നുള്ളതാണ് ഗൗരവമായ ചോദ്യം. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, എനിക്കിതിലൊന്നും ഒരു പങ്കില്ലേ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നതിലൊരു കാര്യമില്ല. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന N. വാസുവും ദേവസ്വം ബോർഡ് കമ്മീഷണർ ചുമതലയെക്കൊണ്ടായിരുന്ന N. വാസുവും പത്മകുമാറും പത്തനംതിട്ടയിലെ പത്മകുമാറും ഒക്കെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പത്മകുമാർ, മുൻ MLA ആയിട്ടുള്ള പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. രാജീവ് അബ്രഹാമായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ അനന്തഗോപനുമായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്തൊരു ഇല്ലോജിക്കുണ്ട്, ഒരു ലോജിക്കില്ലായ്മയുണ്ട് മാഷേ. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യണം. അദ്ദേഹത്തിന് ചോദ്യം വേണ്ടി വന്നാൽ അറസ്റ്റും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇത് നീങ്ങുന്നത്. തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അതിൻ്റെ ഒരു മെരിറ്റ് കിട്ടാനൊന്നും അവകാശമുണ്ടാകരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം. യാതൊരു കോംപ്രമൈസും അതിനകത്ത് ഉണ്ടാവരുത്. അയ്യപ്പൻ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഒന്ന് തണുത്ത് വരുന്നതിന് ശേഷം വീണ്ടും കാര്യങ്ങൾ റെഡിയായി വരികയാണെന്നാണ് തോന്നുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കേസ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പരാതി കൊടുത്തിരിക്കുന്നത് DGP നേരെ വിജിലൻസിനും ബന്ധപ്പെട്ട പലർക്കും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിൽ ഇനി അന്വേഷണം വന്നാൽ, തുടർ ദിവസങ്ങളിൽ അന്വേഷണം വന്നാൽ കൃത്യമായി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടി വരും. ആ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നറിയില്ല. ശബരിമലയുടെ ആൻറ്റി ഇൻകംബൻസ് കുറഞ്ഞു വരുന്ന ഒരു സമയത്താണ് വീണ്ടും ഇതാ കൂനിന്മേൽക്കുരു പോലെ, ഒരു ഇരുട്ടടി പോലെ വീണ്ടും കടകംപള്ളി സുരേന്ദ്രൻ്റെ വിഷയം
കയറി വരുന്നത്. അപ്പോൾ ഒരു വശത്ത് ഇത് കുറഞ്ഞു വരുന്നു എന്ന് വിചാരിക്കുമ്പോൾ തന്നെ മറുവശത്ത് കയറി വരികയാണ് ഈ കാര്യങ്ങൾ. തീർച്ചയായിട്ടും കടകംപള്ളി സുരേന്ദ്രൻ്റെ പങ്ക് നമ്മൾ ആദ്യം മുതൽ തന്നെ പല രൂപത്തിൽ ഭാവത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയാൻ ശ്രമിച്ചതാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് പങ്കില്ല എന്നൊരു കാരണവശാലും പറയാൻ കഴിയത്തില്ല. അദ്ദേഹം പൊളിറ്റിക്കൽ ലീഡറാണ്, വലിയ നേതാവാണ്, മുൻ മന്ത്രിയാണ്, ഒക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇതിനകത്ത് ബന്ധമില്ല എന്ന് പറയാൻ വളരെ പ്രയാസമാണ്. തീർച്ചയായിട്ടും കൃത്യമായ ബന്ധം ഇതിനകത്ത് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. അത് EDയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും SITയും വളരെ ഗൗരവമായി എടുത്ത് വീണ്ടും ചോദ്യം ചെയ്യുകയും ഞാൻ ഈ പറഞ്ഞതുപോലെ അറസ്റ്റിലേക്കൊക്കെ നീങ്ങേണ്ടതാണെങ്കിൽ അത് ചെയ്യേണ്ടതാണെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു ജനപ്രതിനിധിയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്യേണ്ടതാണെങ്കിൽ മടിക്കാതെ ക്ഷമിക്കാതെ അത് ചെയ്യേണ്ടതാണ്. അതിന് സ്പീക്കറുടെയോ മുഖ്യമന്ത്രിയുടെയൊക്കെ അനുവാദം വേണമെങ്കിൽ അത് എടുക്കണം. പക്ഷേ അല്ലാതെ അത് ചെയ്യാതിരിക്കുന്നത് കൊടിയ ക്രൂരതയായിരിക്കും, അനീതിയായിരിക്കും. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ശബരിമലയിലെ സ്വത്ത് അടിച്ചു മാറ്റുന്നതിൽ, സ്പോൺസർമാരെ കൊണ്ടുവരുന്നതിൽ, അവർക്ക് വർക്ക് കൊടുക്കുന്നതിൽ, അങ്ങനെയൊക്കെയുള്ള മൊത്തം കാര്യങ്ങൾ എടുക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായി കടകംപള്ളി സുരേന്ദ്രൻ്റെ റോള് രംഗത്ത് വരുന്നുണ്ട്. അത് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി, ക്ലിയർനെസ്സോടുകൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തിരിക്കുന്ന ഈ പ്രവർത്തികൾ തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തുറന്നു പറച്ചിലോടുകൂടി എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറത്ത് ആക്ഷനാണ് നമുക്കുണ്ടാകേണ്ടത്. നടപടികൾ ഉണ്ടായേ തീരൂ. കാരണം കടകംപള്ളി സുരേന്ദ്രൻ നേതാവാണോ, അല്ലെങ്കിൽ മന്ത്രിയായിരുന്നോ, അല്ലെങ്കിൽ MLA ആണോ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. പൊളിറ്റിക്കൽ ലീഡറാണോ എന്നുള്ളതല്ല. ശബരിമലയുടെ സ്വത്താണ് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമല സ്വത്ത് വളരെ കൃത്യമായി നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അത് ഇപ്പോൾ തൊണ്ടി മുതൽ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തൊണ്ടി മുതൽ കിട്ടണം. ഇപ്പോൾ തന്ത്രി ആവശ്യമില്ലാതെ പിടിച്ച് ജയിലിലിട്ടിരുന്നു, അതിൻ്റെ വിഷയങ്ങളുണ്ട്, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ചില പരിപാടികളാണ് വേണ്ടത്. അതിൻ്റെ അന്വേഷണമാണ് നടക്കേണ്ടത്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ വെളിപ്പെടുത്തൽ വെറുതെ ഒരു വെളിപ്പെടുത്തലായി, അല്ലെങ്കിൽ ഒരു പരാതി കൊണ്ട് കൊടുത്തു, പോറ്റി DGPക്ക് ഒരു പരാതി കൊണ്ട് കൊടുത്തു, അതവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ അത് കറങ്ങട്ടെ എന്ന് വിചാരിക്കാതെ വളരെ കൃത്യമായ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും EDയുടെയും ഭാഗത്തു നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ്റെ പുറത്തുള്ള അന്വേഷണം നടക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. പോരാ, ബാക്കിയുള്ള ടീമുകൾ, വാസവനുണ്ട്, പ്രശാന്തുണ്ട്, ഒരുപാട് അംഗങ്ങളുണ്ട്, അവരെയെല്ലാം ചോദ്യം ചെയ്യേണ്ടവരാണെങ്കിൽ ചോദ്യം ചെയ്ത് കൃത്യമായി ശബരിമലയ്ക്കുള്ള ബ്ലൂ പ്രിൻ്റ് കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ അവർ കോടതിക്ക് കൊടുക്കുമെന്ന് പറയുന്ന രേഖകൾ വരട്ടെ, അതും എല്ലാം പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ സന്തോഷം. എന്നാലും പൊളിറ്റിക്കൽ ലീഡർമാരുടെ അടുത്തേക്ക് കാര്യങ്ങൾ ഗ്രാഫ് ചെല്ലുമ്പോൾ ഗ്രാഫ് താഴേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വന്നുകൂടാ. ഇത് അയ്യപ്പൻ്റെ സ്വത്താണ്. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി അത് ആര് കൊണ്ടുപോയി, എത്ര കൊണ്ടുപോയി, എവിടെ കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി, എവിടെ സൂക്ഷിച്ചു, ആർക്കൊക്കെ കൊടുത്തു എന്നറിയാൻ പൊതുജന സമാജത്തിന് അവകാശമുണ്ട്, ആഗ്രഹമുണ്ട്. അതിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് സംവിധാനം, SIT, കോടതി സംവിധാനം ഭംഗിയായി പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം.